ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു SRDK ഫാമിലി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ വൃത്തികെട്ട ചില പെരുമാറ്റവും അവരുടെ വൃത്തികെട്ട ചില ഗെയിംസിനെയും കുറിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇത്. പ്രേക്ഷകരെ, നിങ്ങളൊക്കെ എവിടെയാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നെവിൻ എന്ത് തെണ്ടിത്തരാണ് ഈ ബിഗ് ബോസിനകത്ത് നിന്ന് കാണിച്ചു കൂട്ടണത്? ഒരു മത്സരാർത്ഥിയെ ഇങ്ങനെയൊന്നും ദ്രോഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ നെവിൻ എന്താണ് കാണിക്കുന്നത്? ആ നെവിൻ പറയുന്നതിനനുസരിച്ച് ഈ ആര്യൻ എന്ന് പറയണ പൊട്ടൻ അനുമോളുടെ ബെഡിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഭയങ്കര മോശമാണ്. ക്യാപ്റ്റൻ ആയപ്പോൾ അവൻ്റെ തുള്ളിച്ചൽ എന്താണെന്നോ എന്റെ പുറത്ത് ഞാനായിട്ടായിരുന്നെങ്കിൽ എൻ്റെ കൊവല കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. ഇവനൊരു ധാരണയുണ്ട്, ബിഗ് ബോസും ലാലേട്ടനും ഇവനെയൊന്നും ഒന്നും പറയൂല എന്നുള്ള ഒരു ധാരണയും ഒരു ധൈര്യമൊക്കെ ഇവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇമ്മാതിരി വേലത്തിരവൻ കാണിച്ചത് അവിടെ. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്ത് വേറെ വല്ല പെമ്പിള്ളേരായിരുന്നെങ്കിൽ ഇവൻ നന്നായിട്ട് അവന് കിട്ടിയേനെ. നല്ല വേഷം അവന് കിട്ടിയേനെ. ഉണ്ടല്ലോ, അവൾ കൈ കൊണ്ട് കൊടുത്തനെ. ഇവനൊക്കെ എവിക്റ്റ് ചെയ്ത് വിടേണ്ട സമയം കഴിഞ്ഞ് എന്തിനാണ് ഇതിനകത്ത് പിടിച്ചെടുത്തിക്കണേ? എപ്പോഴും വന്നാലും ലാലേട്ടൻ ഈ അനുമോളെയും അനീഷിനെയൊക്കെ മാത്രം ഇങ്ങനെ അവരെ മാത്രം പരാമർശിക്കാനും അവരെ മാത്രം വഴക്ക് പറയാനും അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനും മാത്രം ലാലേട്ടനും ബിഗ് ബോസിനും നേരമുള്ളൂ. ഈ നെവിനും ഈ ആര്യനും അക്ബറൊക്കെ കാണിക്കുന്ന തെണ്ടുതരം കണ്ട ആരായാലും കണ്ടോണ്ടിരിക്കില്ല. അതിനകത്ത് അത്രയും എന്തോന്നു മനക്കട്ടിയുള്ള ആരും ഇല്ല. ഇല്ലെങ്കിൽ ഇവനൊന്നും ഇങ്ങനെ നടന്ന് തുള്ളൂല അതിനകത്ത് നടന്ന്. ബിഗ് ബോസും കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷെ ഒരിക്കലും ഒരു മത്സരാർത്ഥിയോട് ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഫിസിക്കൽ അസോൾട്ടൊക്കെ അനുവിൻ്റെ അടുത്തൊക്കെ ഇതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഞാൻ അനുവിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല കേട്ടോ. കണ്ടസ്റ്റൻറ്റിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഞാനിത് ജസ്റ്റ് കാണുമെന്നല്ലാതെ ഇതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കാനോ എടുക്കാനോ അങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഈ പ്രൊമോ കാണും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം വന്ന മത്സരാർത്ഥികളൊക്കെ പണ്ടത്തെ അത്രയും പ്രശ്നക്കാരൊന്നും അല്ല. എങ്കിലും ഈ നെവിനെന്ന് പറയുന്നവൻ അവന് കുറച്ച് കൂടുതലാണ്. അവൻ ആണാണോ പെണ്ണാണോ എന്ന് അവന് തന്നെ അറിഞ്ഞൂടാ കൃത്യമായിട്ട്. അവൻ ഒരു സമയത്ത് ചിലപ്പോൾ ആണുങ്ങളെപ്പോലെ തോന്നിക്കുന്ന രീതിയിൽ പെരുമാറും, ചില സമയത്ത് മുഴുവൻ ഇപ്പം ഒരു സ്ത്രീയായിട്ട് മാറും. അതാണ് ആ ചെറുക്കൻ. ഇവനെയൊക്കെ എന്തിന് ഇതിനകത്ത് വെച്ചോണ്ടിരിക്കണേ? കൊച്ചു പിള്ളേരെയൊക്കെ ഇവനെയൊക്കെ കണ്ട ഈ ആമ്പിള്ളേരൊക്കെ വളർന്നു പറഞ്ഞ പിള്ളേരില്ലേ, ഇവനെയൊക്കെ കണ്ട ഇവനെയൊക്കെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങൂലേ അവരും. ഇവനെയൊക്കെ എന്തിനാണ് ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കണേ? ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ പ്രേക്ഷകരാണ് നല്ലവരെ തിരഞ്ഞെടുക്കുക, മോശമായിട്ടുള്ള ആൾക്കാരെ എവിക്റ്റ് ചെയ്ത് കളയുക, വോട്ട് ചെയ്ത് എവിക്റ്റ് ചെയ്ത് കളയുക. ഇവനെയൊന്നും ഇതിനകത്ത് നിർത്തേണ്ട ഒരു കാര്യവും ഇല്ല. എന്റെ പുറത്ത് വെള്ളം ഒഴിക്കാൻ നീ ആര്? എന്റെ പുറത്ത് വെള്ളം ഒഴിക്കാൻ? ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം അവൾ ഒരു പെൺകുട്ടിയല്ലേ. ആ കുട്ടിയെ ഇത്രയും മാത്രം ഒരു കാരണവശാലും ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല, ആരായാലും ശരി. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. അവൻ എന്ത് വേണമെങ്കിലും പറയാം, ബിഗ് ബോസ് ഒന്നും പറയില്ല, ലാലേട്ട ഒന്നും പറയില്ല എന്നുള്ള ധൈര്യം അവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് യവന്മാർ വീണ്ടും ഇമ്മാതിരി ചറ്റത്തര ഇതിനകത്ത് നടന്ന് കാണിക്കണം. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഇന്ന് ഈ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും സാധാരണക്കാരായ ഒരാൾക്കും ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവനെ എവിക്റ്റ് ചെയ്ത് കളയുക. അടുത്ത ആഴ്ചത്തേക്കൊന്നും പോകരുത്, ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ എവിക്റ്റ് ചെയ്ത് കളയുക. ഇവനൊന്നും ഇതിനകത്ത് നിർത്താൻ പാടില്ല. നമ്മൾ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇവനെ അതിനകത്ത് നിർത്തേണ്ട ആവശ്യമില്ല. ഇവനെയൊക്കെ എടുത്ത് കളയുക.